ശബരിമല സ്വർണ്ണ കവർച്ചയിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയെടുപ്പ് തുടരുന്നു. തെളിവുകൾ നിരത്തിയാണ് പ്രത്യേക അന്വേഷണ സംഘം പോറ്റിയെ ചോദ്യം ചെയ്യുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം കൈമാറിയെന്ന് സംശയിക്കുന്ന കൽപേഷിനെ ഉടൻ ചോദ്യം ചെയ്തേക്കും. അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ പോറ്റിയെ പത്തനംതിട്ട AR ക്യാമ്പിൽ എത്തിക്കും. വിവരങ്ങളുമായി പത്തനംതിട്ട AR ക്യാമ്പിൽ നിന്ന് ഗോകുൽ രമേശ് ചേരുന്നു. ഗോകുൽ, എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ചോദ്യം ചെയ്യുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റിലേക്ക് എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്ത് വരുന്നത്. നമുക്കറിയാം, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കഴിഞ്ഞ ദിവസങ്ങളിൽ തെളിവുകളെല്ലാം ശേഖരിച്ചിട്ടുണ്ട്. ആ തെളിവുകൾ നിരത്തിയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയിൽ പൊരുത്തക്കേടുകളുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ വന്നാൽ എന്തായാലും പോറ്റിയെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് SIT എത്തില്ലേ? വിശദാംശങ്ങൾ. അനിൽ നമ്പ്യാർ, ഈ കേസ് അന്വേഷണം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഏറ്റെടുത്ത് 6ാം ദിവസമാണ് ഇത്തരത്തിൽ പോറ്റിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത നടപടികൾ ആരംഭിച്ചത്. ഇന്ന് രാവിലെ പോറ്റിയുടെ തിരുവനന്തപുരത്തെ വീട്ടിൽ എത്തി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതിനുശേഷം ഇതുവരെയും രഹസ്യ കേന്ദ്രത്തിൽ എത്തിച്ചുകൊണ്ട് പോറ്റിയുടെ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ നടപടികൾ അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് തന്നെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നേക്കുമെന്നും വിവരങ്ങളുണ്ട്. അറസ്റ്റ് രേഖപ്പെടുത്തുകയാണെങ്കിൽ നിലവിൽ ഈ 2 കേസുകളുമായി ബന്ധപ്പെട്ട്, അതായത് അവിടുത്തെ സ്വർണ്ണ പാളികൾ, ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി കേസ്, അതോടൊപ്പം തന്നെ കട്ടിളപ്പടിയിലെ സ്വർണം കവർന്ന കേസ്, ഈ 2 കേസുകളുടെയും FIRകൾ സമർപ്പിച്ചിരിക്കുന്നത് റാന്നി കോടതിയിലാണ്, പമ്പ സ്റ്റേഷൻ പരിധിയിലുള്ള റാന്നി കോടതിയിൽ. അതുകൊണ്ട് തന്നെ പോറ്റിയെ അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് ശേഷം റാന്നി കോടതിയിൽ എത്തിച്ചാണ് തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതെന്നുള്ളതാണ് നിയമവ്യവസ്ഥ. അതുകൊണ്ട് തന്നെ പത്തനംതിട്ടയിലേക്ക് എത്തിച്ചുകൊണ്ടായിരിക്കും ഇതിൻ്റെ തുടർ നീക്കങ്ങളെന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നിലവിൽ പത്തനംതിട്ടയിലെ AR ക്യാമ്പിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ക്യാമ്പ് ഓഫീസ് സജ്ജമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇവിടെ എത്തിക്കും, അല്ലെങ്കിൽ അടൂരിലുള്ള AR ക്യാമ്പിൽ എത്തിച്ചുകൊണ്ടായിരിക്കും ബാക്കി തുടർ നീക്കങ്ങൾ നടത്തുക എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഇവിടെ എത്തിച്ചു കഴിഞ്ഞാൽ മെഡിക്കൽ നടത്തേണ്ടതുണ്ട്, ആരോഗ്യ പരിശോധന നടത്തേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും കോടതിയിൽ ഹാജരാക്കുന്നുണ്ടാവുക. കോടതിയിൽ ഹാജരാക്കിയാൽ തന്നെയും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് തുടർ ചോദ്യം ചെയ്യലുകളും അതോടൊപ്പം തന്നെ തെളിവെടുപ്പ് നടപടികളും അടക്കം നടത്താൻ വേണ്ടിയിട്ടുള്ള നീക്കത്തിൽ തന്നെയാണ് അന്വേഷണ സംഘമെന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് പോറ്റിയുടെ ഇടപാടുകളെ പറ്റിയിട്ടുള്ള കൃത്യമായിട്ടുള്ള വിവരശേഖരണം അന്വേഷണ സംഘം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ പോറ്റിയെ കസ്റ്റഡിയിലെടുത്തുകൊണ്ട് അന്വേഷണ നടപടികൾ അല്ലെങ്കിൽ തുടർ നടപടികളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടന്നിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അതിന് സമാന്തരമായി തന്നെ ഇന്നിപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഒരു സംഘം, അതിൽ ഒരു 3-അംഗ സംഘം സന്നിധാനത്തും പരിശോധന നടത്തുന്നുണ്ട്. SP ശശിധരൻ്റെ നേതൃത്വത്തിലുള്ള 3-അംഗ സംഘമാണ് സന്നിധാനത്ത് പരിശോധന നടത്തുന്നത്. പ്രധാനമായിട്ടും വിജിലൻസ് സംഘം, ദേവസ്വം വിജിലൻസ് സന്നിധാനത്തെത്തി പരിശോധനകൾ നടത്തിയ വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ടായിരുന്നു, SIT ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ കൂടുതലുള്ള വിവരങ്ങൾ അറിയേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടായതിനെ തുടർന്നാണ് സന്നിധാനത്ത് SP ശശിധരൻ്റെ നേതൃത്വത്തിലുള്ള 3-അംഗ സംഘം പരിശോധന നടത്തുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. നിലവിൽ എക്സിക്യൂട്ടീവ് ഓഫീസിൽ നിന്നടക്കമുള്ള നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ഈ അന്വേഷണ സംഘം ശേഖരിച്ച് അവയുടെ പരിശോധന നടത്തുകയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസവും SIT സംഘം സന്നിധാനത്ത് പരിശോധനയ്ക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. സ്വർണ്ണപ്പാളിയുടെയും അതോടൊപ്പം തന്നെ സ്വർണ്ണ കട്ടിളപ്പടിയുടെയും ഒക്കെ അന്നത്തെ പരിശോധന പൂർത്തിയായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രേഖകൾ അടിസ്ഥാനമാക്കിയിട്ടുള്ള പ്രത്യേക പരിശോധനയാണ് SIT ടീം 3-അംഗ സംഘം ഇപ്പോൾ സന്നിധാനത്ത് നടത്തുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ എന്തായാലും പോറ്റിയെ രഹസ്യ കേന്ദ്രത്തിൽ എത്തിച്ച് ചോദ്യം ചെയ്യുന്നതിന് സമാന്തരമായി തന്നെ ഒരു അന്വേഷണ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ശബരിമല സന്നിധാനത്തും ഇപ്പോൾ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും പോറ്റിയുടെ അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന്റെ ഇനിയുള്ള നീക്കങ്ങൾ വളരെ നിർണായകമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ശാസ്തമംഗലം അജിത്ത് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്തത് നോട്ടീസ് നൽകാതെയാണ്. മാത്രമല്ല, പോറ്റി ഇപ്പോൾ എവിടെയാണ് എന്നറിയില്ല. ഇതൊക്കെ നിയമവിരുദ്ധമായ ഇടപെടലുകളാണ് എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ശാസ്തമംഗലം അജിത്ത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ രഹസ്യ കേന്ദ്രത്തിലാണ് ചോദ്യം ചെയ്യുന്നത്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തലവൻ H. വെങ്കിടേഷ് ആ കേന്ദ്രത്തിലുണ്ട് എന്ന് അറിയുന്നു. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തെളിവുകൾ നിരത്തി ചോദ്യം ചെയ്യുന്നു. പക്ഷേ നിയമവിരുദ്ധമായിട്ടല്ല പോറ്റിയെ കസ്റ്റഡിയിലെടുത്തത് എന്ന് അഭിഭാഷകൻ പറയുന്നു. ഒരു പക്ഷേ ഇന്ന് പത്തനംതിട്ടയിൽ ആ കോടതിയിൽ അല്ലെങ്കിൽ മജിസ്ട്രേറ്റിൻ്റെ വസതിയിൽ ഹാജരാക്കുകയാണെങ്കിൽ അഭിഭാഷകൻ ഇതൊക്കെ ഉന്നയിച്ചേക്കാം. മാത്രമല്ല, നോക്കൂ, ഇത്രയും വലിയൊരു വിവാദം, പോറ്റിയാണ് 1-ാം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്, എന്നിട്ടും മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചില്ല പോറ്റി. അപ്പോൾ പോറ്റി ഇപ്പോഴും ആത്മവിശ്വാസത്തിലാണ്, തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്?
എന്തായാലും അഭിഭാഷക മുഖേന ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളും നീക്കങ്ങളും ഒക്കെ പോറ്റി നടത്തുന്നുണ്ടെങ്കിൽ കൂടിയിട്ടും അന്വേഷണ സംഘത്തിന് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള നീക്കങ്ങളുണ്ട് എന്നാണ് നമ്മൾ കരുതേണ്ടത്. കാരണം ഇത്തരത്തിൽ 6 ദിവസം ഇതുമായി ബന്ധപ്പെട്ട വിവരശേഖരണം കൃത്യമായിട്ട് അന്വേഷണ സംഘം നടത്തി അതിനുശേഷമാണ് കസ്റ്റഡിയിലെടുക്കുന്ന നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ വേണമെങ്കിൽ പോറ്റിയെ കസ്റ്റഡിയിലെടുത്തുകൊണ്ട് ചോദ്യം ചെയ്യൽ നടപടികളൊക്കെ നടത്താമായിരുന്നെങ്കിൽ കൂടിയിട്ടും ഈ കേസിനെ സ്ട്രോങ് ആയിട്ട് നിലനിർത്തുന്ന തെളിവുകളും വിവരങ്ങളും ശേഖരിച്ചതിന് ശേഷം പോറ്റിയെ കസ്റ്റഡിയിലെടുക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് അന്വേഷണ സംഘം എത്തിയത്. മാത്രമല്ല ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് അന്വേഷണ സംഘത്തിനുള്ളത്. ഇനി ഏകദേശം 5 ആഴ്ച കൂടി മാത്രമാണ് ഹൈക്കോടതി അനുവദിച്ച് നൽകിയിരിക്കുന്ന സമയപരിധി എന്ന് പറയുന്നത്. ഒരാഴ്ച ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആ ചുരുങ്ങിയ വേളയിൽ തന്നെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നത് കൊണ്ട് തന്നെ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്ന് അത്രത്തോളം അവർ ആത്മവിശ്വാസത്തിലാണ് എന്ന് ഞാൻ പറയേണ്ടിയിരിക്കുന്നു. കാരണം അത് മാത്രമല്ല, വിജിലൻസ് അല്ലെങ്കിൽ ദേവസ്വം വിജിലൻസിൻ്റെ ആദ്യഘട്ട പ്രാഥമിക അന്വേഷണത്തിൽ ലഭിച്ചിട്ടുള്ള ഒരു വിവരങ്ങൾ അവർ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇൻപുട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ അവർക്ക് കുറേ കൂടി മുന്നോട്ട് പോകുവാനായിട്ട് അന്വേഷണത്തിൽ ഒരു പ്രാഥമിക സ്റ്റേജിന് അപ്പുറത്തേക്ക് കാര്യങ്ങൾ എത്തിക്കുവാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ദേവസ്വം വിജിലൻസിൻ്റെ കണ്ടെത്തലുകൾ കൂടി അവരുടെ കൈവശം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അതിനപ്പുറത്തേക്കുള്ള കൂടുതൽ വിവരശേഖരണവും കൂടുതൽ തെളിവെടുപ്പ് നടപടികളും ഒക്കെയാണ് അന്വേഷണ സംഘത്തിന് നടത്തേണ്ടതായിട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലയ്ക്ക് തന്നെയാണ് അവരുടെ അന്വേഷണം മുന്നോട്ട് പോകുന്നതെന്നാണ് നമ്മൾ കരുതേണ്ടത്. എന്തായാലും പോറ്റിയെ കസ്റ്റഡിയിലെടുത്തതിൽ നിന്നും ഇത്ര മണിക്കൂറോളം ചോദ്യം ചെയ്തതിൽ നിന്നും എന്തായാലും നിർണായകമായിട്ടുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭ്യമാകും. സഹായി കൽപേഷിനെ ചോദ്യം ചെയ്തേക്കുമെന്ന് പറയുന്നു. കൽപേഷ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ കസ്റ്റഡിയിലുണ്ട് എന്ന് പറയുന്നു. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ? നിലവിൽ ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് കൽപേഷിലേക്ക് കൂടി അന്വേഷണ സംഘം എത്തും. അല്ലെങ്കിൽ അയാളെ പറ്റിയിട്ടുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുണ്ട്. അയാളുടെ പങ്കടക്കം കൃത്യമായിട്ട് ബോധ്യമായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഈ ഘട്ടത്തിൽ ഈ കൽപേഷ് കസ്റ്റഡിയിലായിട്ടുണ്ട് എന്ന രീതിയിലുള്ള സ്ഥിരീകരണം നമുക്ക് ലഭ്യമായിട്ടില്ല. പ്രത്യേകിച്ച് ഈ പ്രത്യേക അന്വേഷണ സംഘത്തും ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിലുള്ള അന്വേഷണമായതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ ഈ അന്വേഷണ സംഘത്തിൽ നിന്നോ ഉദ്യോഗസ്ഥരിൽ നിന്നും ഒന്നും തന്നെ നമുക്ക് തുറന്ന് പറഞ്ഞ് ലഭ്യമാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു രഹസ്യ സ്വഭാവം അവർ എന്തായാലും കാത്തു സൂക്ഷിക്കുന്നുണ്ട് ഈ അന്വേഷണത്തിൽ. എന്തായാലും കൽപേഷിലേക്ക് കൃത്യമായിട്ട് അന്വേഷണ സംഘത്തിന് വിവരങ്ങൾ എത്തിയിട്ടുണ്ട്. അയാളെ എത്രയും വേഗം തന്നെ ഈ പോറ്റിയെ പോലെ തന്നെ തുടർ നടപടികൾക്ക് വിധേയമാക്കും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് പറയുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും വരുന്ന മണിക്കൂറുകൾ ഈ കേസ് അന്വേഷണത്തിൽ ഏറെ നിർണായകമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശബരിമല സ്വർണ്ണ കവർച്ചയിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ചോദ്യം ചെയ്യുകയാണ്. തെളിവുകൾ നിരത്തിയാണ് പ്രത്യേക അന്വേഷണ സംഘം പോറ്റിയെ ചോദ്യം ചെയ്യുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം കൈമാറി എന്ന് സംശയിക്കുന്ന കൽപേഷിനെ ഉടൻ ചോദ്യം ചെയ്തേക്കും. അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ പോറ്റിയെ പത്തനംതിട്ട AR ക്യാമ്പിൽ എത്തിക്കും. ഇന്ന് തന്നെ പോറ്റിയെ അറസ്റ്റ് ചെയ്യുമെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. പത്തനംതിട്ടയിൽ നിന്ന് ഗോകുൽ രമേശാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.